ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിലെ വിചാരണ ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വിചാരണ പ്രത്യേകതയുള്ളതാണ്. ഇതൊരു ട്രിബ്യൂട്ടാണ്, ശ്രദ്ധാഞ്ജലിയാണ്. ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു തെറ്റും ചെയ്യാത്ത ചില പാവങ്ങൾക്ക് വേണ്ടിയാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ അവരെ വെടിവെച്ച് കൊന്നു. ഇന്നത്തെ ഷോ ചില പ്രത്യേകതകൾ നിറഞ്ഞാണ്. ആർമഡ് ഫോഴ്സ് അവർ തീർച്ചയായും ഇതിന് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും അന്വേഷിക്കുന്നതാണ്. അതായത് പെഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടന്നതിന് ശേഷം നടക്കുന്ന ഈ സ്പെഷ്യൽ ഷോയ്ക്ക് വരുന്ന ഗസ്റ്റും സ്പെഷ്യലാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, ഹിന്ദു ധർമ്മ പുസ്തകങ്ങൾ വായിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും നല്ല അനുഭവമുണ്ട്, എഴുത്തുകാരനാണ്, മോട്ടിവേറ്ററാണ്. ഇപ്പോൾ അദ്ദേഹം ബീഹാറിലെ ഗവർണറായിട്ട് പ്രവർത്തിക്കുന്നു. പ്ലീസ് വെൽക്കം ആരിഫ് മുഹമ്മദ് ഖാൻ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ സ്പെഷ്യൽ ഷോയ്ക്ക് വരുന്ന ജഡ്ജിയും ചില പ്രത്യേകതകൾ നിറഞ്ഞ ആളാണ്. അദ്ദേഹം തന്റെ കഴിവിനും ധൈര്യത്തിനും പ്രശസ്തനായ വ്യക്തിയാണ്. ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ചീഫായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം റിട്ടയർ എയർ ചീഫ് മാർഷൽ RKS ഭദോരിയ. കേസിന്റെ വിചാരണ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്പെഷ്യൽ ഷോയാണ്, ഇതൊരു ശ്രദ്ധാഞ്ജലിയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ മേൽ നമ്മൾ ഒരു കുറ്റങ്ങളും ആരോപിക്കുന്നില്ല. പക്ഷേ ഈ കുറ്റാരോപണങ്ങളുടെ ഉത്തരം ഈ ദേശം മുഴുവൻ അന്വേഷിക്കുകയാണ്. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം: പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയാണ് കാരണം എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആരിഫ് സർ, ആ പെൺകുട്ടിയുടെ മുഖം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. 6 ദിവസത്തിന് മുൻപാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. പക്ഷേ അതിനുള്ളിൽ അവളുടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു. അവളൊരു ഹിന്ദു ആയതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ മതം ചോദിച്ചുകൊണ്ട് അവളുടെ ഭർത്താവിന്റെ നെറ്റിയിലാണ് വെടിവെച്ചിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ ഇങ്ങനെയാണോ പറയുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പെഹൽഗാമിൽ നടന്ന സംഭവം വളരെ മോശമായതാണ്. ആ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു. ഞാൻ മെനിഞ്ഞാന്ന് കാൺപൂരിലൊരു മീറ്റിംഗിലായിരുന്നു. ശുഭത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവർക്ക് 1-2 മാസങ്ങൾക്ക് മുൻപാണ് വിവാഹം നടന്നത്. അദ്ദേഹത്തിന്റെ അമ്മ, അച്ഛൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ കുടുംബാംഗങ്ങൾ, പിന്നെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ, ഇങ്ങനെ എല്ലാവരും അവരവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇൻഡോറിലുള്ള സുശീലിന്റെ പേരും വന്നത്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കൽമ പറയാൻ. കൽമ പറയാൻ അറിയത്തില്ലെങ്കിൽ നെറ്റിയിൽ വെടിവെക്കുമെന്നും അവർ പറഞ്ഞു. ഒരുപക്ഷെ അവർ അത് ചോദിക്കാതിരുന്നെങ്കിൽ, അതായത് കലിമ പറയാതിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിക്കാതിരുന്നാൽ എനിക്ക് ആശ്ചര്യമായനെ. കാരണം ഇപ്പൊ അവർക്ക് നന്നായി തന്നെ മനസ്സിലായി കാണും, ഇന്ത്യക്കെതിരെ പോരാടി ജയിക്കാൻ പറ്റില്ലെന്ന് ഒരു തീരുമാനത്തിൽ അവരെത്തിക്കാണും. കാരണം ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ തീവ്രവാദത്തിൽ അവരുടെ ലക്ഷ്യം എന്നത് ആയിരക്കണക്കാളുകളെ പരിക്കേൽപ്പിക്കുക എന്നതാണ്. പിന്നെ ആ പരിക്കുകൾ ഉണ്ടാക്കി അതിന്റെ പ്രത്യാഘാതം അവർ പ്രതീക്ഷിക്കുന്നു. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബാധിപ്പ് ഉണ്ടാക്കി ഈ രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. പറയുകയാണെങ്കിൽ നമ്മൾ അന്യോന്യം ഒത്തൊരുമയോടെ കഴിയുന്നു. ഇന്ത്യ രാജ്യം ബലഹീനമാകണം എന്നാണ് അവർ വിചാരിക്കുന്നത്. മുസ്ലിം പേരുള്ള മുഖമൂടികൾ കൊണ്ട് അവരൊരു രാജ്യം തന്നെ ഉണ്ടാക്കി. അതും അവർക്ക് 25 വർഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ പാകിസ്ഥാന്റെ വീക്ഷണം എന്നത്
ഇത് അവരുടെ പരാജയമാണോ മതത്തിന്റെ പരാജയമാണോ? ഈ ചോദ്യം എനിക്കുള്ളിൽ തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കുന്നു. അവിടെ അവർക്ക് രാജ്യത്തിന്റെ പകുതി മാത്രമല്ല നഷ്ടമായത്. 90,000-ത്തിലധികം പാകിസ്ഥാനികളെ നമ്മൾ തടവുകാരാക്കി പിടിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ സിംല അക്കോർഡിന് ശേഷം നമ്മൾ വിമുക്തരാക്കി. 1988-ൽ ജനറൽ സിയോൾ ഹക്ലെ, ഇവർക്ക് പാകിസ്ഥാനിൽ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമി ഉണ്ട്. അവിടെ ജനറൽ ഓഫീസേഴ്സിന് മുൻപ് ഒരു വലിയ സ്പീച്ച് നടത്തി. 1988-ൽ അവിടെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പരമ്പരാഗതമായി യുദ്ധത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് ഇന്റർനെറ്റിൽ അവൈലബിളായി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹക്കിന്റെ സ്പീച്ച് അതിലും കാണാം. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഇനി നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മേൽ ആയിരക്കണക്കിൽ, അതായത് വി ഹാവ് ടു ഇൻഫ്ലിക്ട് 1000 wounds, അതായത് നമ്മൾ ആയിരക്കണക്കായ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയെ പരിക്കേൽപ്പിക്കണം. അപ്പോഴേ ഇന്ത്യയിൽ ബ്ലീഡിംഗ് തുടങ്ങുകയുള്ളൂ. പിന്നെ ഇന്ത്യ ബലഹീനമായിക്കൊള്ളും എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം സംഭവിച്ച ഈ കാര്യം ശരിക്കും ജനങ്ങളുടെ മനസ്സ് തകർത്തിരിക്കുകയാണ്. അത് എത്രത്തോളം വേദന നിറഞ്ഞാണെന്ന് വെച്ചാൽ 26 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഏകദേശം 16 പേരുടെ പാന്റ് അഴിച്ച് അവരൊക്കെ മുസ്ലിം ആണോന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ് ആ തീവ്രവാദികൾ. അതെ, സത്യമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അവരങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. അതായത് ഈ രാജ്യത്തെക്കുറിച്ച് മൗലാന ആസാദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പാർട്ടീഷനെപ്പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു കാര്യവും അഗ്നിയെ അടിസ്ഥാനമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ വെറുപ്പ് പരുത്തി പാകിസ്ഥാനെ സൃഷ്ടിക്കാനായി നോക്കുന്നത്. വെറുപ്പുള്ളിടത്തോളം കാലമേ അങ്ങനെയുള്ള രാജ്യം നിലനിൽക്കൂ എന്ന് പറഞ്ഞു. എന്ന് ആ വെറുപ്പ് ഇല്ലാതാകുന്നു, അതോടുകൂടി ആ രാജ്യവും തീർന്നു പോകുമെന്ന് പറഞ്ഞു. 6 ദിവസം അവിടെ ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ആ സർക്കാരിനില്ല. ഞാൻ കുറ്റം പറയുകയല്ല, ആരോട് ചോദിച്ചാലും പറയും. അവിടെ ആർമി അല്ലാതെ വേറൊരു ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. അതോടൊപ്പം ആർമിയുടെ വിശ്വാസ്യത, അവരുടെ ക്രെഡിബിലിറ്റി എന്തിനായാണ് ഉള്ളത്? അതായത് അവർ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ അത് പതിപ്പിച്ചു. ഇന്ത്യ കാരണം നിങ്ങൾക്ക് അപകടമുണ്ടെന്ന്. ഇന്ന് ഒന്ന് നന്നായി ആലോചിച്ചു നോക്കൂ. 25 വർഷങ്ങൾക്കുള്ളിൽ ട്രൂ നേഷൻ തിയറി, അതായത് അവർ 2 രാജ്യത്തിന്റെ സിദ്ധാന്തങ്ങൾ നമുക്ക് തന്നു. അതാണെങ്കിൽ ഫെയിലിയറുമായി. ബംഗ്ലാദേശ് അതിൽ നിന്നും വേർപെട്ടു. പക്ഷേ എത്രയും നാണക്കേടായ ഒരു കാര്യം, ഇത് ഇപ്പോഴാണ് ഒരു 20 ദിവസമായി കാണും, ഒരു മാസമായി ഈ സംഭവത്തിന് 6 ദിവസം മുൻപാണ് ജനറൽ മുനീർ ഇതിനെക്കുറിച്ച് 6 ദിവസം മുൻപ്. അതെ, അതായത് ഒരു 15 ദിവസമായി കാണും. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന്, ഹിന്ദുവും മുസ്ലിമും വേറെ വേറെയാണ്. തീർച്ചയായും ഇത് എല്ലാ പാകിസ്ഥാനികളും മനസ്സിലാക്കണം. ഇന്ത്യക്കാരുടെ ശീലം വേറെയാണ്, അവരുടെ സ്വഭാവം വേറെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുസ്ലിംസ് സുപ്പീരിയർ ആണെന്നും അദ്ദേഹം പറഞ്ഞു. 2 കാര്യങ്ങളുണ്ട്. നാണക്കേട്, കൊള്ളരുതായ്മ, ഇതിനൊരു അതിർത്തിയില്ല. 25 വർഷങ്ങൾ കൊണ്ട് തോറ്റുപോയ ഒരു തിയറി, അത് ഇന്ന് 75 വർഷങ്ങൾ കടന്നുപോയതിനു ശേഷം ഇപ്പോ അതേ തന്നെ പറയുന്നു 45, 46 എന്ന് പറഞ്ഞെന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. കൽമയുടെ ഫൗണ്ടേഷനിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും പ്രാർത്ഥിക്കുന്ന മദീനയും പിന്നെ മറ്റൊന്ന് പാകിസ്ഥാനും. സംസ്ഥാനങ്ങൾ, 2 സ്വദേശ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് പ്രവാചകനായ നബിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. അദ്ദേഹം പറയുന്നു മദീന സൃഷ്ടിച്ചത് കൽമ അടിസ്ഥാനത്തിലാണെന്ന്. മക്കയിലാകട്ടെ നബിക്ക് താമസിക്കാൻ തന്നെ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത്രയും ക്രൂരതകൾ, കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ട ശേഷം അദ്ദേഹം പുറത്തു വന്ന് മലയിലെ ഗുഹയിൽ പോയി ഒളിച്ചു. അവരാകട്ടെ പുറകെ അന്വേഷിച്ചു വരുന്നു. അവരവിടുന്ന് പോയത് ഉറപ്പാക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, സ്വന്തം സ്ഥലത്തേക്ക് വന്ന് അദ്ദേഹം സമാധാനത്തോടെ ഒരു നെടുവീർപ്പിട്ടു.
പിന്നെ അദ്ദേഹം മക്കയുടെ മേൽ എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് വെച്ചാൽ, മക്ക, ഞാൻ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് ഒന്നും മാത്രമാണ്. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിന്റെ മക്കൾ എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോകാൻ അദ്ദേഹം നിർബന്ധിതനായോ അതോ സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പോയോ? ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ കണ്ടതുവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമുക്കിപ്പോൾ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, വിട്ടേക്കൂ. ലോകരാജ്യങ്ങളിൽ സൈന്യമില്ലാതെ, പോലീസ് ഇല്ലാതെ ഒരു സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ? അതായത് സ്റ്റേറ്റ് എക്സ്ചക്കർ ഇല്ലാതെ ഖജനാവ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിക്കാൻ പറ്റുമോ? അതായത് മദീനയിൽ നബി വന്നതിന് ശേഷം അവിടെ പോലീസ് ഫോഴ്സും ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ് എക്സ്ചക്കർ ഉണ്ടായിരുന്നതായിട്ട് ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? അതിന് ബേത്തുൽ മാൽ എന്ന് പറയും. അവിടെയാണ് അധികമുള്ള ധനം വെക്കുന്ന സ്ഥലം. അതും നബിയുടെ മരണത്തിന് ശേഷം, കുറഞ്ഞ പക്ഷം 4-5 വർഷങ്ങൾക്ക് ശേഷം. രണ്ടാമതായി ഖലീഫയുടെ കാലത്തിന് ശേഷം കുറച്ച് കാശ് വന്നതിന് ശേഷം അമിതമുള്ള കാശ് ഒരു സ്ഥലത്ത് വയ്ക്കാനായി അവർ തീരുമാനിക്കുന്നു. ഏതിനെയാണ് സ്വദേശി സർക്കാർ എന്ന് പറയാ? നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകളെല്ലാം ഉപയോഗപ്പെടുത്തി, അതായത് ഒരു ശബ്ദം ചരിത്രം പഠിച്ചിട്ടേയില്ല, പഠിക്കണ്ട. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഈ ലോകത്തിനോട് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്. പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ പാകിസ്ഥാന്റെ തെരുവുകളിൽ ആദ്യമായി പാകിസ്ഥാന്റെ സൈന്യത്തിന് എതിരെ പോരാട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മീഡിയയിൽ നോക്കൂ, അവർ അതിനെതിരായി എന്തൊക്കെ എഴുതുന്നുവോ അത് കണ്ടിട്ട് അവർ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ആർമിക്ക്, അതായത് അവരുടെ പ്രീമിയം പൊസിഷൻ, അതായത് അവരുടെ അടിസ്ഥാന ഘടന, അതായത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, ആ വലിയ കാര്യം ചെയ്തു തീർത്തു. അതായത് അവരുടെ സ്വന്തം അവസ്ഥ, അതിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കണമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ആരിഫ് സാർ, ഈ ഒരു പ്രശ്നം ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ പലരും ശ്രമിച്ചു. കോൺഗ്രസിന്റെ നേതാവായ വിജയ് വട്ടേട്ടിദാർ, അദ്ദേഹം മഹാരാഷ്ട്ര കോൺഗ്രസിലെ ഒരു നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? തീവ്രവാദികൾ വന്ന് ജനങ്ങളോട് മതം ചോദിച്ചോ? അതായത് ടെററിസ്റ്റിന് അത്രമാത്രം സമയമുണ്ടോ വന്ന് എല്ലാവരോടും ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി? അദ്ദേഹത്തിന് ഈ കാര്യം അറിയില്ലെന്ന് വിചാരിക്കുന്നു. അതായത് തീവ്രവാദം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. തീവ്രവാദം എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലുക മാത്രമല്ല, തീവ്രവാദം ഒരു ചിന്തയാണ്. തീവ്രവാദത്തെ നമുക്ക് ഡിസ്ട്രപ്ഷൻ എന്നുപോലും പറയാം. അകത്തുനിന്ന് പൊട്ടിത്തെറി ഉണ്ടാക്കുക. നമുക്ക് കളത്തിലിറങ്ങി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരുന്ന് നിങ്ങളെ ആക്രമിക്കും. ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് നിങ്ങളെ ആക്രമിക്കുമ്പോൾ അതിൽ ഇക്കാര്യവും അടങ്ങും. ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ കഷ്ണങ്ങളാക്കി പിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, തീവ്രവാദം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. ഇത് ഒരു റോബർട്ട് വാദ്ര രാഷ്ട്രീയത്തിലൊന്നുമില്ല, പക്ഷേ ഒരു വലിയ കുടുംബത്തിന്റെ മരുമകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു, ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാനിപ്പോ വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ മുസ്ലിങ്ങൾ അവരെ ബലഹീനരായിട്ട് കാണുന്നു. പഹൽഗ്രാമിൽ ജനങ്ങളെ കൊന്നതിന് ശേഷം തീവ്രവാദികൾ മോദിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ രാജ്യത്തെ പിരിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വളരെ നാണക്കേടാണ്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരായ ഒരു ചതിയാണ്. പിന്നെ ഈ പദ്ധതി ഇപ്പോ ഉണ്ടാക്കിയതല്ല. ഇപ്പൊ ഇതിലൊരു പുതിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി പാകിസ്ഥാൻ ആർമിക്കെതിരായി പൊതുജനങ്ങളുടെ പോരാട്ടം തെരുവിൽ, പൊതുസ്ഥലങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി കാണുന്നു. ഇത് മാത്രമാണ് പുതിയ മാറ്റം. അതായത് ഇപ്പൊ അവിടെ ഉള്ള ആർമി ജനറൽ, അതായത് ആർമി തലവൻ, അദ്ദേഹത്തിന്റെ പദവിക്ക് ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പദവി മാത്രമല്ല ആപത്തിലുള്ളത്, അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. പാകിസ്ഥാനിൽ ആർമിയുടെ പ്രീമിയം സ്റ്റാറ്റസ് തന്നെ അപകടത്തിലാണെന്ന്. നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അതായത് പാകിസ്ഥാൻ ഉണ്ടായതു മുതൽ ഏതെങ്കിലും ഒരു ആർമി ജനറലിനെതിരായിട്ട് ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമോ? അവിടെ ആർമിക്കെതിരായി ഒരിക്കലും സംസാരിക്കില്ല.
പക്ഷെ ഇന്ന് ആർമിക്കെതിരായി കഴിഞ്ഞ 1-2 വർഷങ്ങളായി ശരി, ആർമിക്കെതിരായിട്ട് ജനങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അയാൾക്ക് മുല്ല മുനീർ ആകേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് മുല്ലമാരായി മാറുന്നത്. ജിന്നയെക്കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഈ പ്രേയറില്ല, അതായത് നിസ്കാരമെന്ന് പറയും, സലാത്തി നിസ്കാരമെന്ന് പറയും. അതിൽ ഒരേ ഒരു ഖുറാൻ വാചകം ഓതേണ്ടതായി വരും, അൽ ഫാത്തിഹ. അത് ഡോക്യുമെന്റഡ് ആയിട്ടുണ്ട്, വായിച്ചു നോക്കൂ നിങ്ങൾ. പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതുവരെ ജിന്നയ്ക്ക് അതുപോലും അറിയില്ലായിരുന്നു. അതായത് ജിന്ന സാർ ഉണ്ടായിരുന്നു, മൗലാന, അദ്ദേഹമാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം മുല്ല ആയി മാറാനുള്ള എന്താവശ്യമാണ് ഉണ്ടായത്? അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ മാറുകയുള്ളൂ. മതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ അത് തെറ്റായി പ്രയോജനപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകളാണ് അധികം തെറ്റായി പ്രയോജനപ്പെടുത്തുക. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ആർമി ജനറൽ സ്റ്റോർ അവര് തന്നെ നടത്തും. ഫ്ളാറ്റും അവർ നിർമ്മിക്കും, മാളും അവർ നിർമ്മിക്കും. ലോകത്തുള്ള എല്ലാ ജോലിയും അവർ തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണോ ശമ്പളം മേടിക്കുന്നത് ആ ജോലി ഒഴിച്ച് എല്ലാം. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് മിലിറ്ററി ഇപ്പോൾ അവിടെ കൃഷിയും ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ജോലിയും അവരാണ് ചെയ്യുക. സർക്കാരും അവർ തന്നെ ഉണ്ടാക്കും, അതിനെ ഭരിക്കുന്നതും അവർ തന്നെ. ഒരുപക്ഷെ അവർ നിയമിക്കുന്ന ആളുകൾ അവരെ ദേഷ്യപ്പെടുത്തിയാൽ അവരെ ഉടൻ തന്നെ മാറ്റും. എല്ലാം അവർ തന്നെ ചെയ്യൂ. ഇപ്പം അവരുടെ ഗെയിം എക്സ്പോസായി. ആർമി ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കില്ല. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൽമ എന്ന് വെച്ചാൽ എന്താണെന്ന്. ജനറൽ മുനീർ കൽമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് തീവ്രവാദികൾ കൽമ പറയാൻ പറഞ്ഞത്? അത് നിങ്ങൾ ജനറൽ മുനീറിനോട് തന്നെ ചോദിക്കൂ. ഈ കൽമ, അതായത് അത് ഓതുക എന്ന് പറയുന്നത് സത്യമാണ്. അതായത് ഈ കൽമ എന്ന് പറയുന്നത് ഓതുന്ന ഖുറാനിൽ ഇല്ല. ഇത് അവർക്ക് അറിയോന്ന് അവരോട് തന്നെ ചോദിക്കൂ. അവരെന്ത് ഓതാൻ പറയുന്നുവോ അത് ഖുറാനിൽ ഇല്ല. അപ്പോ ഇത് എവിടെ നിന്നാണ് വന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മുക്തലാഖ് എവിടുന്നാ വന്നത്? അതായത് ഇതുപോലെയുള്ള ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നത്, കലർത്തുന്നത്, അതിനെ നശിപ്പിക്കാൻ നോക്കുന്നത്, ഇതെല്ലാം വലിയ തെറ്റാ. നിങ്ങൾ എന്താ ചോദിച്ചത്? അവർ ചെയ്യുന്ന കാര്യത്തിന് അവർ നാണിക്കണം. മറ്റൊരു തരത്തിൽ പോലും ഖുറാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അവരുടെ കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്നവർ ശപിക്കപ്പെടും എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. और फिर के फवैलुल लिल्लज़ीना यक्तुबूनल किताबा बिअयदीहिम सुम्मा यक़ूलूना हाज़ा मिन इंदिल्लाह लियश्तरू बिही समनन क़लीला. തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതുന്നവർ നാണിക്കേണ്ട കാര്യം. പിന്നെ ഇത് അല്ലാഹു പറഞ്ഞതാണെന്ന് പറയും. ഇതാണ് മതമെന്ന് പറയും. ताकि उससे लियश्तरू बिही समनन क़लीला. അതുകൊണ്ടാണ് നമ്മുടെ ലോകം പ്രയോജനപ്പെടണം എന്ന് പറയുന്നത്. അവർ ഇതുമാത്രമല്ല പറഞ്ഞത്, ഇതിനപ്പുറവും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഖിയാമത്തിന്റെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അക്കൗണ്ടബിലിറ്റി ഡേ, നബി കംപ്ലൈന്റ് ചെയ്യും, അള്ളാഹുവിനോട് കംപ്ലൈന്റ് ചെയ്യും. അതായത് യാ അല്ലാ, എന്റെ സമൂഹത്തിൽ ഉള്ളവർ അവർ ഈ ഖുറാൻ ഷരീഫ് വിഡ്ഢിത്തരമായി, या रब्बी इन्ना क़ौमी तख़ज़ू हाज़ल ഖുർആന മഹ്ജൂറ. അവർ ഖുറാൻ ഒട്ടകത്തെ അറേബ്യയിലുള്ളവർ അറുക്കുമ്പോൾ അതിന്റെ 4 കാലുകളും കയറുകൊണ്ട് കെട്ടി, അത് വലിയ മൃഗമല്ലേ, അതിനെ വീഴ്ത്തും. ആ ഒരു അവസ്ഥയ്ക്ക് മെഹജൂരി എന്ന് പറയും. ഖുറാനിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാളുകളിൽ നബി അള്ളാഹുവിനോട് അപേക്ഷിക്കും, എന്റെ സമൂഹത്തിലുള്ളവർ വേറെ ആരുമല്ല, എന്നിൽ വിശ്വാസം അർപ്പിച്ച ആളുകൾ ഹൗമിത് തഗസു, എന്റെ സമൂഹത്തിലുള്ളവർ ഈ ഖുറാൻ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു. അതായത് ഒട്ടകത്തെ അറുക്കുമ്പോൾ അതിനെ കയറുകൊണ്ട് കെട്ടി താഴെ വീഴ്ത്തുന്ന അവസ്ഥ. ഇവരങ്ങനെയുള്ള ആളുകളാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ.
कुल इन्नी अनन नज़ीरुल मुबीन. ഇവിടെ നബിക്ക് അറിയിപ്പ് കൊടുക്കുന്നു, നിങ്ങൾ പറയണമെന്ന്. എന്തറിയിക്കണം? ഞാനിവിടെ നിങ്ങൾക്ക് താക്കീത് നൽകാൻ വന്നതാണ്, നിനക്ക് താക്കീത് നൽകാൻ വന്നതാണ്. ഈ ശിക്ഷ कुल इन्नी अनन नज़ीरुल मुबीन कमा अंज़लना अलल मुक़्तसिमीन. ഈ ശിക്ഷ ജനങ്ങളെ വേർപ്പെടുത്തുന്നവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഓരോ ഭാഗങ്ങളായി പിരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടു 2 കഷ്ണങ്ങളായി. അതായത് വിഭജിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവർ അവർ ഇന്ത്യയെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചില്ലേ? അവർക്കെങ്ങനെ ശിക്ഷ ലഭിക്കാതിരിക്കും? അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇക്കാര്യം താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇപ്രാവശ്യം ജനങ്ങളെ പിരിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യത്തിൽ അവർ തോറ്റുപോയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ മോസ്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് പാകിസ്ഥാനെതിരായിട്ട് മുർദാബാദ് എന്ന് വിളിച്ചിരിക്കുകയാണ്. തീവ്രവാദികൾക്കെതിരായിട്ടുള്ള കോപം അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. കോപം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ഒരു കത്ത് വന്നു. പാട്നയിലെ ഒരു മസ്ജിദിൽ തീവ്രവാദികൾക്കെതിരായി ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതായത് ജനങ്ങൾക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, ചില ആളുകളെ നമുക്കെപ്പോഴും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാം. അതായത് നമുക്ക് കുറച്ചു നേരത്തേക്ക് എല്ലാവരെയും വിഡ്ഢികളാക്കി നിർത്താൻ കഴിയും, പക്ഷെ എല്ലാവരെയും എപ്പോഴും വിഡ്ഢികളാക്കി മാറ്റാൻ കഴിയില്ല. ഖുർആനിൽ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, वमा तफर्रकू इल्ला मिन बादी जाअहुमुल इल्मु बग़यम बैनहुम. മതത്തിനു വേണ്ടി ഒരിക്കലും പോരാട്ടം ഉണ്ടാവില്ല. സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയേ പോരാട്ടം ഉണ്ടാകൂ. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ചർച്ച വീണ്ടും തുടരുന്നതായിരിക്കും. ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും ചലിക്കില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടപ്പോൾ അള്ളാഹ് എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നൊരു സ്പെഷ്യൽ ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാമിൽ മരിച്ച ജനങ്ങൾക്ക് അഞ്ജലി അർപ്പിക്കുന്ന വിധത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ബീഹാറിന്റെ ഗവർണർ, ഇസ്ലാമിക് സ്കോളർ, ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിച്ച വ്യക്തി, രാഷ്ട്രീയത്തിൽ അനുഭവജ്ഞാനിയായ ആരിഫ് മുഹമ്മദ് ഖാൻ. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം: യുദ്ധം നടന്നാൽ ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിക്കുക എന്ന് പാകിസ്ഥാനിലെ നേതാക്കന്മാർ പറയുന്നു. ആരിഫ് സാർ, ഇവിടെ പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്ററായ ഖോസ ആസിഫ് അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പേരിലാണെന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ സേവകരാണ്. ഇന്ത്യൻ പട്ടാളം എത്രത്തോളം വലിയവരാണെങ്കിലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ ദൈവം. അദ്ദേഹം മുസ്ലിംസിന്റെ ദൈവമല്ല. മുസ്ലിംസിനെ മാത്രം സംരക്ഷിക്കാനായി അദ്ദേഹം എല്ലാവരെയും സംരക്ഷിക്കും. സുഹൃദം സർവഭൂതാനാം. ഗീതയിലുണ്ട്, എല്ലാ ജീവജാലങ്ങളും സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും ചലിക്കില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടപ്പോൾ അള്ളാഹ് എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? അതായത് എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല എന്നാൽ, നീ അള്ളാഹുവിന്റെ നാമം തെറ്റായി പ്രയോജനപ്പെടുത്തുന്നു എന്ന് നീ തന്നെ ചിന്തിച്ചപ്പോൾ, ഒരുപക്ഷെ നീ അള്ളാഹുവിന്റെ നിയമം ശരിയായി ഉപയോഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും നിന്നെ സംരക്ഷിച്ചിരിക്കും. അവിടെയുള്ള ഓരോ വ്യക്തികളും, ഇഷാഖ് ദാർ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററാണ്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നമ്മളെ അണുശക്തി രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. അള്ളാഹു പാകിസ്ഥാനെ മിസൈൽ ഉള്ള ഒരു രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു എന്ന്. അതേ അള്ളാഹു ഹിറ്റ്ലറിന് ഒരുപാട് ബലം നൽകി. അതിനുശേഷം ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായി? ഞാനിപ്പോ നിങ്ങളോട് ഖുർആനിലുള്ള വചനങ്ങൾ പറഞ്ഞു. ഏതൊരു രാജ്യം വിഭജിക്കപ്പെടുന്നുവോ അതിനവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഖുർആനിൽ
തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലുള്ള ഒരു ശക്തിക്കും അതിനെ തടയാനാവില്ല. അവരുടെ റെയിൽവേ മിനിസ്റ്റർ, യഥാർത്ഥത്തിൽ റെയിൽവേക്കും ഡിഫൻസിനും യാതൊരു ബന്ധവുമില്ല, എന്നാലും അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ മിസൈലുകൾ, അതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗോരി, ഷാഹി, ഗസ്നവി, ഇതെല്ലാം അള്ളാഹുവിന്റെ മിസൈലുകളാണ്, ഇത് ഇന്ത്യയെ നോക്കിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. പാകിസ്ഥാനിൽ ഇദ്ദേഹമാണ് വലിയ ബുദ്ധിജീവി എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഗസ്നവി, ഗൗരിയെല്ലാം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണോ? ഇത് ഞാനല്ല പറഞ്ഞത്. അതായത് അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുതന്നെയായിരിക്കും അവരുടെ മേലും ഉണ്ടാകുക. ഇദ്ദേഹം അവിടുത്തെ വലിയ ബുദ്ധിജീവിയാണ്, ഭയങ്കര പബ്ലിക് ഇന്റലക്ച്വലാണ്. ഇത് വന്ന് അവരുടെ യൂട്യൂബിൽ പബ്ലിക് പ്രോഗ്രാമിൽ നൽകിയിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, പാവം ഒരു സാധു, അവിടെയുള്ളവർ പഞ്ചാബിയിൽ പേര് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവരുടെ പേരിലങ്ങ് മാറ്റി വെച്ചുകൂടെ? പക്ഷെ നീ ആ സ്ഥലവുമായി നിന്നെ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ആ സ്ഥലത്തിനും നിനക്കും യാതൊരു ബന്ധവുമില്ല. അതുപോലെ റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പക്കൽ 120 ന്യൂക്ലിയർ ബോംബുണ്ടെന്ന്. അവർ വിചാരിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു രാജ്യത്തെ റെയിൽവേ മിനിസ്റ്ററിന് എത്ര ന്യൂക്ലിയർ ബോംബുണ്ടെന്ന് അറിയാൻ സാധിക്കുമോ? ഒരു നോർമലായിട്ടുള്ള രാജ്യത്ത് അങ്ങനെയൊന്നും നടക്കില്ല, പക്ഷെ പാകിസ്ഥാനിൽ എല്ലാം നടക്കും. ചില വർഷങ്ങൾക്ക് മുൻപ് താരിഫത്തെ ആപ്കി അദാലത്തിലേക്ക് വന്നിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ പറ്റി. അപ്പോ അദ്ദേഹം പറഞ്ഞു, രജിസ്റ്റർ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബുകളിൽ ഫലൂഡയാണ് നിറഞ്ഞിരിക്കുന്നത്. അതിരിക്കട്ടെ, നിങ്ങൾ എന്നോടൊരു കാര്യം പറയൂ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഘടന, നിങ്ങളുടെ കഠിനാധ്വാനം, ഇത് രണ്ടും നിങ്ങൾക്ക് സ്വന്തമല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഡിസൈൻ വേറെ എവിടുന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുക. അതാണ് യഥാർത്ഥ സത്യം. ഞാൻ കുറ്റം ആരോപിക്കുകയല്ല. മോഷ്ടിച്ചു കൊണ്ടുവരപ്പെട്ട ഡിസൈൻ, അവിടെ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ആൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളല്ല, മിഡിൽ ലെവലിലുള്ള ആളാണ്. സോ ഇതിൽ ആശ്ചര്യകരമായി ഒന്നും തന്നെയില്ല. അതിൽ ഫലൂദ നിറച്ചിരിക്കുകയാണെന്ന് അവർ തന്നെ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി നമ്മുടെ പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞിരുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ലാഹോറിൽ പോയി ചെക്ക് ചെയ്തിട്ട് വന്നു, അവിടെങ്ങും ഒന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വേറെ ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാൾ പ്രധാനമന്ത്രി മോഡി പറയുന്നതേ വിശ്വസിക്കൂ. സത്യത്തിൽ നമ്മൾ ഭാഗ്യശാലികളാണ്, നമ്മൾ വളരെ എക്സ്പേർട്ടുകളാണ്. എയർ ചീഫ് മാർഷലിനോട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞങ്ങൾ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്, പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ പറ്റി എന്തൊക്കെയോ വലിയ രീതിയിലാണ് സംസാരിക്കുന്നത്. ഗസിനി ഷാ എന്നുള്ള പേരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അവർക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ അവര് പറഞ്ഞ വിധമുണ്ടല്ലോ. ഒരു ചെറിയ ഇൻസിഡന്റ് നടന്നാൽ പോലും, അതായത് എന്തെങ്കിലും സംസാരമുണ്ടായാൽ ഇന്ത്യ കാരണം പാകിസ്ഥാൻ ആപത്ത് വരാൻ പോവാണെന്ന് പറഞ്ഞ് ഉടനെ ന്യൂക്ലിയറിന്റെ കാര്യം പറയും. അതവരുടെ മെച്യൂരിറ്റി ലെവൽ, റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റസ് ഓഫ് ന്യൂക്ലിയർ പവർ വളരെ കുറവാണ്. അത് ഈ ലോകം മുഴുവൻ മനസ്സിലാക്കണം. ഒരു ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളുടെ ന്യൂക്ലിയർ ഉണ്ടെന്ന് പറയാൻ തുടങ്ങും. സോ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എനിക്ക് അനുവാദം നൽകിയാൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോമഡി എപ്പിസോഡ്സ് ഇല്ലേ, അത് ഇനിയും ഞങ്ങളുടെ അടുത്ത് ഒരുപാട്, അതായത് ബഹുമാനപ്പെട്ട ജഡ്ജി സാറ് പറഞ്ഞത് ശരിയാണ്. എപ്പോ നോക്കിയാലും അവരുടെ വായിൽ വരുന്നൊരു വാക്ക് ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നാണ്. ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു നിർത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, വെള്ളം തടഞ്ഞു നിർത്തിയാൽ അത് യുദ്ധത്തിന് സമമായിട്ടുള്ള കാര്യമാണെന്ന്. ഇതിൽ തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് സിന്ധു നദി എന്ന് വെച്ചാൽ സനാതന ധർമ്മത്തിന്റെ ചിഹ്നമാണെന്ന്. സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ളതാണ്. മോദി സനാതനത്തിന്റെ സേവകനാണ്,
പിന്നെന്തുകൊണ്ടാണ് സിന്ധു നദിയിലെ വെള്ളം തടയുന്നത്? എന്തൊക്കെ ആണെങ്കിലും ഇതിലൊരു കാര്യമുണ്ട്. അതായത് അവർ ഇന്ത്യയുടെ നാഗരികതയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ സമ്മതിച്ചതുപോലെയല്ലേ? അതായത് ആരെയും തടയുന്ന ഒരു സമ്പ്രദായം ഇതിലില്ലെന്ന് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സത്യം പറയണമെന്നതിൽ ഇതിൽ സംശയമില്ല. അതായത് ഇന്ത്യയുടെ പാരമ്പര്യം, നിങ്ങൾക്കതിനെ സനാതനം എന്നും പറയാം, കലാസാംസ്കാരിക പാരമ്പര്യം എന്നും പറയാം. അത് സമാധാനത്തിന്റെയും അഹിംസയുടെയും പാരമ്പര്യമാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷേ അഹിംസയുടെ അർത്ഥം എന്നത് ഭീരുത്വമാണെന്ന് കണക്കാക്കരുത്. അഹിംസയുടെ അർത്ഥം അതല്ല. അതായത് സർവാധികാരികളുടെ മുന്നിൽ തലകുനിക്കുന്നത്. അഹിംസയുടെ അർത്ഥം അതുമല്ല. നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കാൻ, ഇത് ജനങ്ങൾക്ക് വിചിത്രമായി തോന്നും, പക്ഷെ അഹിംസയുടെ അർത്ഥം നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നല്ല. അഹിംസ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഹിംസ പ്രതിഷ്ഠായം തത്സന്നിധേ വൈർത്യാഗ. അഹിംസ നിലനിർത്തപ്പെട്ട സ്ഥലത്ത് ആരിലും വെറുപ്പോ പകയോ ഉണ്ടാവില്ല, ചീത്ത ചിന്തകളുണ്ടാവില്ല, പ്രതികാര ചിന്ത ഉണ്ടാവില്ല. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അവന്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അവനുമായി പോരാടി ആ ആയുധം എടുത്തു മാറ്റിയാൽ അത് അഹിംസ നടപ്പാക്കുന്നു എന്നാണ് അർത്ഥം. അത് അഹിംസയ്ക്ക് ഒരിക്കലും എതിരല്ല. നമ്മുടെ പാരമ്പര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അഗർത്താ ചതുരോ വേദോ ഭ്രഷ്ടാ സശരം ധനു ഇദം ബ്രഹ്മം ഇദം ഛാത്രം ശാസ്ത്രാദപി ശസ്ത്രാദപി. അതായത് നമ്മെ അറിയിച്ചത്, നമ്മെ ക്ഷണിക്കപ്പെട്ടത്, നമ്മിൽ അറിവും ജ്ഞാനവും എല്ലാം ഉണ്ടായിരിക്കണം എന്നതാണ്. അതാണ് നമുക്ക് നല്ല ഒരു ശക്തി നൽകുന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനു പുറകിൽ ആയുധത്തിന്റെ ശക്തിയും ഉണ്ടാകണം. അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ ജീവിത രീതി. ഒരുപക്ഷെ നമ്മുടെ ജീവിത രീതി നശിപ്പിക്കണമെന്ന ചിന്തയോടെ ആരെങ്കിലും ഒരാൾ വന്നാൽ, മുൻപോട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നത് ആദ്യം വാർത്താവിനിമയ കഴിവ് ഉപയോഗിക്കെ അവരെ എതിർക്കാനായി. പക്ഷെ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ, വാർത്താവിനിമയത്തിന്റെ ബലത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ പക്കലും ആ ബലം തീർച്ചയായിട്ടും ഉണ്ടാകണം. അവരെ പുറകിലേക്ക് തള്ളുന്ന ശക്തി, നമ്മെ സംരക്ഷിക്കുന്നതിനായി നമ്മെ സംരക്ഷിക്കണം. ഇതുപോലെ നമുക്കും ആ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാവണം. അതുകൊണ്ട് എന്നെ അപേക്ഷിച്ചിടത്തോളം, അതായത് ചരിത്രത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എത്രമാത്രം പ്രതാപമുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ സംരക്ഷണം ഏർപ്പാടാക്കണം. നമുക്ക് ആ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആരിഫ് സാർ, ഒരു മിനിറ്റ്, നമുക്ക് എയർ ചീഫ് മാർഷലിനോട് ചോദിക്കാം, നമ്മുടെ സുരക്ഷ ഏത് രീതിയിലാണ് ഉള്ളതെന്ന്. എല്ലാ വിധത്തിലും തയ്യാറാണ്. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അവിടെയുള്ള നേതാക്കന്മാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ ചൈന അവർക്ക് വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു. നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം? ഓരോ രാജ്യത്തും അവരവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത് അവരെന്തിന് കാലുവയ്ക്കണം? അവരുടെ പ്രശ്നങ്ങൾ തന്നെ അത്രമാത്രമുണ്ട്. ഇതിനെക്കുറിച്ച് OYC സാർ വളരെ നന്നായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഇവർ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ അവർ ചൈനയോട് സഹായം ആവശ്യപ്പെടുന്നു. അതേ ചൈനയാണ് അവിടെ മുസ്ലിങ്ങളെ പന്നിയിറച്ചി കഴിക്കാൻ നിർബന്ധിക്കുന്നത്. ഇപ്പോ OYC സാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് തെറ്റായിരിക്കില്ല. പക്ഷെ ഞാൻ അതിനേക്കാളും അധികം പറയാം. അതായത് അവർക്ക് അറിയുന്നില്ല ആ സംസ്ഥാനത്ത് അവിടെ എങ്ങനെയുള്ള വാർത്തകളാണ് ദിവസവും പ്രചരിക്കുന്നതെന്ന്. അവിടെ വന്നതിന് ശേഷം RC മുനീർ സാറിന് അവിടെയുള്ള മുസ്ലിംസിനും അദ്ദേഹത്തിനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആക്ച്വലി അതൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മതമാണ്. അവർക്ക് ആക്ച്വലി റിലീജിയന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ അടിസ്ഥാന സിദ്ധാന്തം, അതായത് दर्द दिल के वास्ते पैदा किया इंसान को
वर्ण तात के लिए कुछ कम न थे कर സസ്യങ്ങളും മരങ്ങളും അവനെ കണ്ട് വണങ്ങുന്നില്ലേ? ഇപ്പോ നമ്മുടെ മനുഷ്യന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, दिल बदस्त आवर के हज अकबरस्त अज हजारा काबा यक दिल बेहतरस्त काबा बुनियादे खलीले आदरस्त दिल गुजरगाहे जलीले अकबरस्त. അതായത് ഒരാളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണം. ഇങ്ങനെ ജനങ്ങളെ കൊല്ലാനല്ല. റിലീജിയന്റെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുക എന്നതാണ്. ഒരു മനസ്സ് കീഴടക്കുക എന്നതിന്റെ അർത്ഥം, ഒരു മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നതിന്റെ അർത്ഥം 1000 തവണ ഹജ്ജിന് പോകുന്നതിനേക്കാൾ നല്ലതാണ്. സാർ, താങ്കളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ താങ്കൾ എല്ലാവരുടെ മനസ്സും കീഴടക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് ആപ്കി അദാലത്തിൽ ആരിഫ് സാറിനോട് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം. ലോകത്ത് രാജ്യങ്ങളുണ്ട്, അവർക്കൊക്കെ ആർമിയുമുണ്ട്. പാകിസ്ഥാനിൽ ആർമിയുണ്ട്, അവരുടെ കയ്യിൽ ഒരു രാജ്യവുമുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആരിഫ് മുഹമ്മദ് ഖാൻ. ബീഹാറിലെ ഗവർണറാണ്, അനുഭവമുള്ളൊരു രാഷ്ട്രീയക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്കോളർ, ഒപ്പം ഹിന്ദു വേദങ്ങൾ അറിഞ്ഞ വ്യക്തിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം: പാകിസ്ഥാനിലെ മന്ത്രിമാർ ലോകത്തോട് പറയുന്നത് തീവ്രവാദം കാരണം പാകിസ്ഥാൻ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. ആരിഫ് സാർ, വീണ്ടും വീണ്ടും പാകിസ്ഥാനിലുള്ള മന്ത്രിമാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് തീവ്രവാദം കാരണം ഞങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തീവ്രവാദികൾ കാരണം 1000 പ്രാവശ്യം ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാനെ സ്വന്തം കാലടിയിൽ വെക്കാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അവർ ഈ വാക്കുകൾ പറയുമ്പോൾ ഞങ്ങളാണ് വിക്ടിം, ഞങ്ങളാണ് ബാധിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഒരു പഴയ പഴഞ്ചൊല്ല് സത്യമാവുകയാണ്. कि जब आप दुर्भावना से किसी और के लिए गड्ढा खोदते हैं तो आप उसमें खुद गिर जाते हैं. അവരാണ് വിക്ടിം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ, അതായത് ഞങ്ങൾ സാർ പറഞ്ഞത് കേട്ടിരുന്നോ? അതിൽ എത്രമാത്രം 30 വർഷമായി അമേരിക്ക പറഞ്ഞത് കേട്ട് ഞങ്ങളും ഈ നികൃഷ്ടരായ ഭീകരവാദികളെ സൃഷ്ടിക്കണം. നിങ്ങൾ തീവ്രവാദികളെ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1,00,000 പുറമേ ഉള്ള നിങ്ങളുടെ ആ തീവ്രവാദികൾ, അവരെ നിങ്ങൾ എന്തു ചെയ്തു? അവരെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ അവർക്ക് ഫുൾ മിലിറ്ററി ട്രെയിനിങ് നൽകിയില്ലേ? അതായത് സോവിയറ്റ് യൂണിയൻ അവിടെ നിന്നും പുറത്തേക്ക് പോയപ്പോൾ ആയുധങ്ങളുമായി അവർ തിരിച്ചെത്തി. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഫോഴ്സസ് അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെട്ടേനെ. നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കി വിട്ടത് മാത്രമല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതായത് അവർ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് കയറുന്നു. ഇപ്പോ അതേ സംഭവം തന്നെ ജനങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന സംഭവം ഓർമ്മയുണ്ടാവില്ല. അതായത് പറയുകയാണെങ്കിൽ റഷ്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് പോയതിനു ശേഷം ഒസാമ ബിൻ ലാഡൻ, അപ്പോഴുള്ള താലിബാൻ, ഇപ്പോഴുള്ള താലിബാൻ കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ ആ സമയത്ത് അവൻ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നുകൊണ്ട്, കാബൂളിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യം അറിയിച്ചു. അതായത് ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ മുജാഹിദീൻ അർത്ഥം തീവ്രവാദികൾ എന്നാണ്. അതായത് അവിടെ മുജാഹിദീന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ. അവിടെ അവർ എതിരാളികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നിട്ട് അവരോട് പോരാടണം, അവരെ കൊല്ലണം, കബളിപ്പിച്ച്. തീവ്രവാദികളുടെ അർത്ഥം എന്താണ്? നിങ്ങൾ മിലിറ്ററിയുമായി ചെല്ലൂ, നിങ്ങൾക്ക് പോരാടണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനോടാണ് വഴക്കുണ്ടാക്കി. ഇപ്പൊ അഫ്ഗാനിസ്ഥാനോടും പോരാടുന്നുണ്ട്. അവരറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മുജാഹിദീൻ സേനയെ കാശ്മീർ ലക്ഷ്യം വെച്ച് അയക്കുന്നുണ്ടെന്ന്. സോ ഇത് ഞാൻ ചോദിക്കുകയല്ല. ഇത് പാകിസ്ഥാനിൽ പ്രചാരമുള്ള ഒരു പത്രത്തിന്റെ റിപ്പോർട്ടർ, അദ്ദേഹം തീവ്രവാദത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെ സിവിലൈസ്ഡായി മാറ്റാമായിരുന്നു എന്ന്. അവരെ തീവ്രവാദികളാക്കി മാറ്റിവെച്ചിരിക്കുന്നു. അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഒരു ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അവർക്കൊരു എംപ്ലോയ്മെന്റ് നൽകാമായിരുന്നില്ലേ? നിങ്ങൾ അവർക്ക് ട്രെയിനിങ് നൽകിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നൽകിയ ആയുധവും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതവരെവിടെ പ്രയോഗിക്കും?
ഒരുപക്ഷെ നിങ്ങൾ വിക്ടിമായിരിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് വിക്ടിമായിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ആ കുഴി മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ചു, പക്ഷെ നിങ്ങളാണ് അതിൽ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്നത്. ആരിഫ് സാർ, ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഈ ആക്രമണം കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഫാറൂഖ് അബ്ദുള്ള പല വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാനോടൊപ്പം നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, ചർച്ചകൾ വേണമെന്ന്. അദ്ദേഹം പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇവരോട് സംസാരിച്ച് യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്ന്. ഫാറൂഖ് സാർ പറഞ്ഞ കാര്യം കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു സത്യം പറയാം. വളരെ കാലമായി എന്റെ അഭിപ്രായം ഇതുതന്നെയായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. എന്റെ ഒരൊറ്റ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട അറ്റൽജി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അതിനു മുൻപ് എന്നെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഞാൻ പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ടൈമും എന്റെ എനർജിയും വേസ്റ്റ് ആകും എന്നായിരുന്നു. അവർക്ക് തീർച്ചയായും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആർമി ഒരു പ്രീമിയം പൊസിഷനിലേക്ക് വന്ന് അവരെപ്പോ വിചാരിക്കുന്നുവോ ലോകത്ത് രാജ്യങ്ങളുണ്ട്, അവർക്ക് ആർമിയുമുണ്ട്. പാകിസ്ഥാനിൽ ആർമിയുണ്ട്, അവരുടെ കയ്യിലാണ് രാജ്യമുള്ളത്. അവരത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. അവരുടെ ഇമ്പോർട്ടൻസ് അവരത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മെ ഇന്ത്യ ഇല്ലാതാക്കും, അതുകൊണ്ട് ആർമിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ആദ്യമായി അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് തെരുവുകളിൽ ജനം അവർക്കെതിരെ പോരാടാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഈ പെഹൽഗാമിനേക്കാളും വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പെഹൽഗാം, ആസിഫ് മുനീറിന്റെ പ്രസ്താവന, അതിനുശേഷം പെഹൽഗാമിലെ സംഭവം. അവരുടെ കയ്യിൽ ഈ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതെ. കാശ്മീർ ഉണ്ടായിരുന്നു, കൽമ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കെതിരായ അതെ. കാര്യവും ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മുടെ ദേശത്തും ചിലരുണ്ട്. കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, പാകിസ്ഥാനോടൊപ്പം നമ്മൾ ചർച്ചയ്ക്ക് പോകണം, അല്ലാതെ യുദ്ധം ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന്. എന്നോട് ചോദിച്ചാൽ അദ്ദേഹം കർണാടകയിലെ കാര്യങ്ങൾ നോക്കുന്നത് നല്ലതെന്നേ ഞാൻ പറയൂ. അതേ അദ്ദേഹത്തിന് ശരിയാവും. അതിനപ്പുറം സംസാരിക്കാനൊന്നുമില്ല. താങ്കളിപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു ചോദ്യം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അസദുദ്ദീൻ ഓവൈസി സാർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, 2 പ്രാവശ്യം വീട്ടിനുള്ളിൽ വന്ന് കൊന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം വീടിനുള്ളിലേക്ക് വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. അദ്ദേഹം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയാണത് അവസാനിപ്പിക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്ത് വേണം ചെയ്യാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കണം, കൂടുതൽ ഉള്ളിലേക്ക് പോകണം. ഐഡിയ നന്നായിട്ടുണ്ടെന്നാണോ പറയുന്നത്? ഐഡിയ നല്ലതാണ്. എപ്പോൾ എങ്ങനെയെന്ന് മാത്രം അത് തീരുമാനിക്കും. പറയാൻ കഴിയില്ല. ഞാൻ അസാദുദ്ദീൻ ഓവൈസി സാഹിബിനെ കുറിച്ച് പറഞ്ഞ കാര്യം പൂർണ്ണമായും സമ്മതിക്കുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എനിക്കെന്തു തോന്നുന്നു എന്ന് വെച്ചാൽ, അതായത് ബംഗ്ലാദേശിലെ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമായിരുന്നു. അതായത് ഈ ക്രൂര കൊലകൾ നിർത്തണമായിരുന്നു. ബംഗാളീസ് തന്നെ കുടിയേറിക്കഴിഞ്ഞു. അതായത് ഞങ്ങളൊന്നും ആക്രമിച്ചില്ല, അവർ തന്നെ വന്ന് കുടിയേറിക്കഴിഞ്ഞു. ഇന്ന് പാകിസ്ഥാനിലും അതേ അവസ്ഥ തന്നെയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ദേഷ്യം ആർമിയുടെ നേർക്കാണ്, അതും കൂടുതലായി ഉണ്ട്. പക്ഷെ അവർ ആക്രമിക്കാൻ ഭയപ്പെടുന്നു. കാരണം അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തടവിലാക്കുന്നു. ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ അവർക്ക് താനെ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്രാവശ്യം അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ പ്രധാന ഫോക്കസ് പെഹൽഗാമിൽ സംഭവിച്ച തീവ്രവാദി ആക്രമണമാണ്. അതിൽ 26 പാവപ്പെട്ട ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നമ്മൾ അഞ്ജലി അർപ്പിക്കുകയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. किश्ती भी नहीं बदली, दरिया भी नहीं बदला, हम डूबने वालों का जज्बा भी नहीं बदला, है शौक सफर ऐसा एक उम्र हुई हमने, मंजिल भी नहीं पाई, रास्ता भी नहीं बदला. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ പെഹൽഗാമിൽ സംഭവിച്ച തീവ്രവാദി ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് കാരണം രാജ്യം മുഴുവനും ദേഷ്യത്തിലാണ്, രാജ്യം മുഴുവനും സങ്കടത്തിലാണ്.
ഇന്ന് നമ്മളോടൊപ്പം ഇസ്ലാമിക് സ്കോളറും ഹിന്ദു വേദങ്ങൾ അഗ്രഗണ്യനുമായ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. ഇന്നത്തെ ആപ്കെ അദാലത്തിൽ ജഡ്ജിയായി നമ്മോടൊപ്പമുള്ളത് എയർ ചീഫ് മാർഷലായ RK ഭദോരിയയാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത ചോദ്യം: ഇന്ത്യ പാകിസ്ഥാനെ 2 തുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭയപ്പെടുന്നു. നേരത്തെ തന്നെ തുണ്ടുതുണ്ടാക്കിയതാണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദി ആ രാജ്യത്തെ മണ്ണിനുള്ളിലാക്കുമെന്ന് പറഞ്ഞത് അവരെ ശരിക്കും പേടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ എവിടെ പോയി ഒളിക്കാമെന്നുള്ള മണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതായത് പറയുകയാണെങ്കിൽ അതായത് ഞാൻ നമ്മുടെ മണ്ണിൽ ലയിക്കുമെന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോളൂ. ഒരാളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് അയാളുടെ കർമ്മങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്നത്. പക്ഷെ അത് നമുക്ക് കുഴിച്ചു മൂടാൻ പറ്റില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് എന്നുവെച്ചാൽ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മനുഷ്യവർഗത്തിന് എതിരായിട്ടുള്ള ക്രൂരമായ പ്രവൃത്തിയാണ്. ഈ കുറ്റം ആരാണോ ചെയ്തത് അവർ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടും. അതിലൊരു സംശയവുമില്ല. അതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഈ പാകിസ്ഥാൻ സൈന്യം, നമ്മൾ അതിന്റെ ചരിത്രം നോക്കണം. 65-ാം വർഷം അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഡൽഹിയിലുള്ള ജിംഖാനയിലേക്ക് വന്ന് ഞങ്ങൾ ചായ കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, അതായത് സർദാർ അയ്യൂബ് ബലവാനാണ്, ഒരു വലിയ ശരീരത്തിനുടമയാണ്, അദ്ദേഹം എന്തിന് നടന്നു വന്ന് കഷ്ടപ്പെടണം, നമുക്ക് സ്വയം ലാഹോറിലേക്ക് തന്നെ പോകാമല്ലോ എന്ന് പറഞ്ഞു. മാത്രമല്ല 65-ന് ശേഷം നമ്മൾ ആ ഭാഗം തന്നെ കാലിയാക്കി. നമ്മൾ അവരുടെ വലിയൊരു ഭാഗം ആക്രമിച്ചു. ഇതാണ് അവരുടെ ആർമി. 71-ാം വർഷം അവരുടെ രാജ്യം തന്നെ നശിപ്പിക്കപ്പെട്ടു. പക്ഷെ എന്റെ അറിവിൽ ലോകത്തുള്ള ഒരൊറ്റ ആർമി ഇതാണ്. അതായത് യുദ്ധം എന്നൊന്നും ഇല്ലാതെ ഓരോ പ്രാവശ്യവും അതിന്റെ സ്വന്തം രാജ്യത്തെ തന്നെ കീഴടക്കുകയാണ്. ഓരോ പ്രാവശ്യവും സ്വന്തം രാജ്യത്തെ തന്നെ പിടിച്ചടക്കുന്നു. എപ്പോഴും അങ്ങനെ ചെയ്യരുത് എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രവൃത്തികളെക്കായി കുറച്ച് സമയവും നൽകുന്നു. എനിക്ക് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കവിതയാണ് ഓർമ്മയിൽ വരുന്നത്. किश्ती भी नहीं बदली, दरिया भी नहीं बदला, हम डूबने वालों का जज्बा भी नहीं बदला, है शौक सफर ऐसा एक उम्र हुई हमने, मंजिल भी नहीं पाई, रास्ता भी नहीं बदला. ഞാൻ പാകിസ്ഥാനിലുള്ള മിലിറ്ററി ചാനൽസും യൂട്യൂബ് ചാനൽസും അവരൊക്കെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ട്. അതിലൊരാൾ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തുള്ള 82% ആൾക്കാർ ഇന്ത്യയുടെ കൂടെ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ബാക്കിയുള്ള 18% ആൾക്കാർ പാകിസ്ഥാൻ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നവരാണ്. പക്ഷെ ആ 18% ആൾക്കാരും പട്ടാളത്തിലുള്ളവരാണ്. കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിനേക്കാളും വലിയൊരു തെളിവ് എന്താ ഉണ്ടാവുക? തീവ്രവാദികൾ തന്നെ സൈന്യത്തിന് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് അവര് തന്നെ വിശ്വസിക്കുന്ന സിദ്ധാന്തം ഇതാണ്. അപ്പോഴല്ല ഒരു രാജ്യം തീവ്രവാദത്തെ അതിന്റെ ഒരു രാഷ്ട്രീയ ഭാഗമായി മാറ്റൂ. നമ്മുടെ ആർമിയെ കൊണ്ട് പോരാടാൻ കഴിഞ്ഞാൽ തീവ്രവാദികളുടെ സപ്പോർട്ട് എന്തിനാ? തീവ്രവാദികളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടി വരിക എന്ന് വെച്ചാൽ, അവിടെയുള്ള മിലിറ്ററി പോലും തീവ്രവാദികളാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? യാതൊരു വ്യത്യാസവുമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഒരു അടിസ്ഥാനവും ഉള്ളതല്ല. ആദ്യത്തെ ഭീകര പ്രവർത്തനം 1900-ൽ പാകിസ്ഥാനി റൈഡേഴ്സ് അകത്തോട്ട് വന്നു. 48-ൽ വന്നു. അപ്പോൾ അവിടെ ഒരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു, മേജർ അക്ബർ. പല വർഷങ്ങളായി പാകിസ്ഥാൻ ഡിനൈ ചെയ്തുകൊണ്ടേയിരുന്ന ഒരു കാര്യം, കാട്ടിൽ വസിക്കുന്ന ട്രൈബൽസ് ആണ് വന്നത് എന്ന് പറഞ്ഞു. ഡിനൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ മേജർ അക്ബർ തന്റെ പുസ്തകത്തിൽ തെളിച്ചു പറഞ്ഞിരിക്കുന്നു. അതായത് അവരുടെ റെഗുലേഴ്സിന് ട്രൈബൽസിന്റെ ഡ്രസ്സ് അണിയിപ്പിച്ച് കാശ്മീരിലേക്ക് അയച്ചിരിക്കുന്നു. സോ അവർ തുടക്കം മുതലേ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അല്ല, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത്
പാകിസ്ഥാനിലെ ഒരു ജേർണലിസ്റ്റ് അവരെന്താണ് കാണിക്കുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ആർമിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൽ അവർ പാടുന്നത് എന്താണെന്ന് വെച്ചാ तेरी मिट्टी में मिल जावा. അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ പാട്ടെങ്കിലും ഒന്ന് പാടാൻ. പാട്ട് പോലും മറ്റൊരു രാജ്യത്തിൻ്റെതാണെന്ന്. അതായത് ആർമി മാത്രമല്ല, അവരുടെ ഏത് പ്രോഗ്രാം കണ്ടാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും നോക്കിക്കോളൂ. പറയുകയാണെങ്കിൽ അവരുടെ ഡ്രാമയൊക്കെ അവിടെ നല്ല പോപ്പുലറാണ്. അതിലവർ ഏതെങ്കിലും ഒരു പാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പാട്ടാണ് അവർ ഉപയോഗിക്കുക. അതായത് സത്യത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നിയത്, ഒരാൾ എനിക്കൊരു ക്ലിപ്പ് അയച്ചു. അവിടെ ഏതെങ്കിലും വിവാഹ റിസപ്ഷൻ നടന്നാൽ അതിന് വലീമ എന്ന് പറയും. അതായത് വിവാഹം ആദ്യ ദിവസം നടന്നാൽ അതിന്റെ തലേന്നോ മറ്റൊരു ദിവസമോ വലീമ നടക്കും. അതായത് കല്യാണത്തിനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ചെറുക്കനെയും പെണ്ണിനെയും കാണുന്നില്ല. വന്ന വിരുന്നുകാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അപ്പോഴെങ്കിലും ചെക്കനും പെണ്ണും അവിടെ ഉണ്ടാവണ്ടേ. കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛൻ വന്നു, അതായത് ചെറുക്കന്റെ അച്ഛൻ. അവരോടെല്ലാം മാപ്പപേക്ഷിച്ചു. അതായത് നിങ്ങളെ ഇന്ത്യക്കാരുടെ സിനിമകളെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അവരുടെ വീട്ടിന്റെ പുറകിൽ ഒരു പന്തലിട്ടിട്ടുണ്ട്, അവിടെയുള്ള അഗ്നികുണ്ഡം വലം വെച്ച് വരികയാണെന്ന്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന്. എന്നോട് ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. നിങ്ങൾ മേൽക്കൂരയിൽ കയറി ചാടിയാലും നമ്മൾ വേറെയല്ല എന്ന് തോന്നുന്നു. അതായത് ഇതേ പാട്ടുകളാണ് ഉപയോഗിക്കുന്നത്, അതേ സംസ്കാരം, അതേ പാരമ്പര്യം, എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും അവഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് പറയുകയാണെങ്കിൽ അവർ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. ബാലൻസ് ലൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് കുറച്ച് സമയത്തിന് മുൻപാണ് ഖോസ ആസിഫ്, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം പറയുന്നു പഹൽഗാമിൽ മോദിയാണ് ആക്രമിച്ചിരിക്കുന്നതെന്ന്. നല്ല കാര്യം. 4 വോട്ടിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന്. 4 വോട്ടിന് വേണ്ടി ചെയ്തതാണെന്ന്. ഓ അതെയോ? ഒപ്പം മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, മോദിയുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ 0 ആയിരിക്കുകയാണെന്ന്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മേൽ ഇന്റർനാഷണൽ പ്രഷർ ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്നും പറയുന്നു. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ, അവർ നൽകിയ പ്രസ്താവന അവർ തന്നെ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വല്ലാത്ത പ്രഷറിലായിരുന്നു, ഇപ്പോൾ ആ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ആ പ്രഷർ കുറഞ്ഞു എന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവരുടെ സ്വഭാവം തന്നെ വെറും വാക്ക് പറച്ചിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതാണ് സത്യം. ഓഡിയൻസ് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എംബസിയുടെ പുറത്ത് ലണ്ടനിൽ ഇന്ത്യൻസ് പ്രൊട്ടസ്റ്റ് നടത്തുവാൻ വേണ്ടി പോയിരുന്നു. അവിടെ വന്ന ഒരു പാകിസ്ഥാൻ ഓഫീസർ തല വെട്ടിക്കളയുമെന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചു. സോ ഇത്രയ്ക്കും സെൻസിറ്റീവായുള്ള വിഷയത്തിൽ പാകിസ്ഥാന്റെ ഡിപ്ലോമസി എന്താണ്? അദ്ദേഹം ഹൈ കമ്മീഷണറാണ്. എനിക്കെങ്ങനെ ഉത്തരം പറയാൻ പറ്റും? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതായത് അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അതിരിക്കട്ടെ. നിങ്ങളൊരു കാര്യം പറയൂ. ഒരു പക്ഷേ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി കാരണം ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ അന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഈ രാജ്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇവിടെ 1 മില്യണിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇറ്റ് വാസ് കൺസീവ്ഡ് ഇൻ ഹേറ്റ്രേറ്റ്. അതൊരു വെറുപ്പിന്റെ ചിന്തയാണ്. അവിടെ നിങ്ങൾ സാധാരണ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ അത് തന്നെ അധികപ്പറ്റാണ്. ഞാൻ എൻ്റെ കഥ നിങ്ങളോട് പറയാം. 1980-ൽ ഇന്ത്യൻ സർക്കാരിലെ 4-5 പേർ ഹജ്ജ് ഡെലിഗേഷനിൽ പോയിരുന്നു. മിന മൈതാനത്തിൽ ചെറിയ കല്ലുകൾ ശേഖരിക്കപ്പെട്ട് ഒരു സ്ഥലത്ത് വലിയ തൂണുകളുണ്ട്, അങ്ങോട്ട് വലിച്ചെറിയും. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ കല്ലുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ആൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാനിൽ നിന്നാണോ എന്ന്. അല്ല, ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമാണോ? കാരണം അത് ഹജ്ജിന്റെ മൈതാനമാണ്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുകയാണ്. അയാൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിൽ മുസ്ലിംസെ ഹജ്ജിന് വരും, നിങ്ങളുടെ സമുദായത്തിൽ വേറെയാണോ വരാന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു.
അയാൾ പറയാണ്, നിങ്ങൾക്കറിയില്ല, പാകിസ്ഥാൻ മുസ്ലിംസിന്റെ രാജ്യമാണ്. ഇന്ത്യയിലെ മുസ്ലിംസ് ആണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടാനായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ നോക്കൂ, हुब्बुल वतन मिन जुजुल ईमान. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പകുതിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും പിന്മാറൂ എന്ന് എനിക്ക് പറയാൻ തോന്നിയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു. കാരണം ഞങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ പോയിരുന്നത്. നിങ്ങളുടെ മസ്ജിദിൽ അദാനി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ വന്ന് നോക്കൂന്ന്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും പോയതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ആകാൻ സാധ്യതയില്ലെന്ന്. ഇത്തരത്തിൽ അവരുടെ ചിന്ത ഇത്ര കേവലമാണെങ്കിൽ ഈ തീവ്രവാദം അതിന്റെ ആശയം തന്നെ ഇതല്ലേ? അവർ സംസാരിക്കുന്ന സംസാരത്തിൽ പോലും തീവ്രവാദമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എയർ ചീഫ് മാർഷലിനോട് തന്നെ ചോദിക്കാം. അവർ സംസാരിക്കുന്ന സംസാരത്തിൽ പോലും തീവ്രവാദമാണുള്ളത്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യം അവർ ആലോചിച്ചു നോക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. താങ്കൾ രാജ്യത്തുള്ളവരോട് എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? இதுக்கப்புறம் எடுக்க போற ஒவ்வொரு ஆக்ஷன்ஸும் அவங்க கற்பனையில கூட எதிர்பார்த்திருக்க மாட்டாங்க. ஆனா இப்ப வரைக்கும் எடுத்திருக்கிற ஆக்ஷன்ஸ் ஒரு சர்டன் லெவல்ல இருந்தது. இந்த முறை கொஞ்சம் டிஃப்ரெண்டா இருக்கும், கொஞ்சம் அதிகமாவே இருக்கும், நிறைய ஏரியாஸ்லயும் இருக்கும். பொலிட்டிக்கலி ஐசோலேட் பண்ணப்படுவாங்க, ஃபினான்சியலி எக்கனாமிக்கலி ஆக்ஷன்ஸ் எடுப்பாங்க. மிலிட்ரி ஆக்ஷன்ஸ் பத்தி நான் எதுவும் சொல்ல முடியாது, பட் கண்டிப்பா அதுவும் நடக்கும். ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ ആപ്കി അദാലത്തിൽ എയർ ചീഫ് മാർഷൽ RKS ഭദൗരിയയുടെ കമന്റ്, ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തെക്കുറിച്ചാണ്. പാകിസ്ഥാന്റെ ഭീഷണിയെക്കുറിച്ച്. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ന്യൂക്ലിയർ ബോംബിടാൻ പോവുകയാണെന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നെ ഇന്ത്യയുടെ മേൽ അവരാരോപിക്കുന്ന കുറ്റാരോപണങ്ങളെപ്പറ്റി. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ റിട്ടയർഡ് എയർ മാർഷൽ RK ഭദൗരിയയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സാർ, താങ്കൾ ഇന്ന് വളരെ സങ്കീർണമായ കുറ്റാരോപണങ്ങൾക്കെല്ലാം വളരെ ക്ലിയറായി ഉത്തരം പറഞ്ഞു. അതേപോലെ ലളിതമായ ഭാഷയിൽ വളരെ വ്യക്തമായി, ക്ലിയറായി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, പിന്നെ യാഥാർത്ഥ്യം എന്താണ്, അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഇപ്പോ ഒരു സംശയവുമില്ല, ഇതിനെല്ലാം പ്രധാന കാരണമെന്തെന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടം, പാകിസ്ഥാൻ മിലിറ്ററി കുറ്റവാളിക്കൂട്ടിൽ നിൽക്കുകയാണ്. അവർ അതിന് ഉത്തരം പറയണം, അതിനുള്ള ശിക്ഷയും നൽകണം. പ്രത്യേകിച്ചും ഖുറാനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമുള്ള അങ്ങയുടെ നോളേജ്, അങ്ങയുടെ ചിന്തകൾ വളരെ അത്ഭുതകരമാണ്. ഇപ്പോ ഞങ്ങളും അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് വളരെ ലളിതമായ ഭാഷയിൽ ഖുറാൻ നിയമമനുസരിച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ മിലിറ്ററിക്കും ശിക്ഷ കിട്ടിയേ തീരൂ. അത് നമ്മൾ നടപ്പിലാക്കണം. താങ്കൾ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും ഇപ്പോൾ മോചിതനാകുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, മനദൃഢതയോടുകൂടി പ്രധാനമന്ത്രി മോദി ഇന്ത്യക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, അത് വേഗം തന്നെ പൂർത്തീകരിക്കും. ഇതാദ്യത്തെ സന്ദർഭമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാവരും ഒന്നാണ്. രാജ്യം മുഴുവനും ദേഷ്യത്തിലാണ്, സങ്കടത്തിലാണ്. പ്രധാനമന്ത്രി മോദിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത നാളുകളിൽ പാകിസ്ഥാൻ ഇതിന് തീർച്ചയായിട്ടും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വന്ന് നിങ്ങളെ വീണ്ടും വന്ന് ഞാൻ കാണുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.